പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് ENS +2 ഹിസ്റ്ററിയുടെ 16ാമത്തെ ചാപ്റ്റർ, ന്യൂ സിലബസ് അനുസരിച്ചുള്ള 16ാമത്തെ ചാപ്റ്ററിൽ വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ആൻസറാണ്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ടിൽ 1857. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ തുടക്കം എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന വൺ വേർഡ് ക്വസ്റ്റ്യൻസും ആൻസറും ആണ്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം, പുതിയ രീതി അനുസരിച്ച് 2024 അതിനുശേഷമൊക്കെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ സിലബസിൽ അപ്ഡേഷൻ ഉണ്ട്. മൊത്തം ചാപ്റ്റേഴ്സിന്റെ 60% മാത്രം പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി, ബാക്കിയുള്ള 40% എക്സാമിൽ നിന്ന് ഒഴിവാക്കി. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡലുകളും മാറിയിട്ടുണ്ട്. പുതിയ സിസ്റ്റം അനുസരിച്ച് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അതിൽ ഓപ്ഷൻസ് ഉണ്ടാവും. ക്വസ്റ്റ്യൻസ് നമുക്ക് ഇംഗ്ലീഷിലാണ് വരിക, ഏത് ഭാഷയിൽ വേണമെങ്കിലും ആൻസർ ചെയ്യാം. അതിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടാവും, ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാനുള്ള ഉണ്ടാവും, വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, മാച്ച് ദ ഫോളോവേഴ്സ് ഉണ്ടാവും, ട്രൂ ഓർ ഫാൾസ് ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ ആൻസർ കിട്ടണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് റെഫർ ചെയ്യാം. ഈ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് 2 മാർക്കും 3 മാർക്കും 4 മാർക്കും ഒക്കെ നിങ്ങൾ ഗൈഡ് നോക്കി പഠിച്ചാൽ മതി. ഗൈഡ് എല്ലാ വിഷയത്തിൻ്റെയും നമ്മുടെ കയ്യിലുണ്ട്, ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഗൈഡിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗൈഡ് പ്രാക്ടീസ് ചെയ്ത വിദ്യാർത്ഥിക്ക് മലയാളത്തിൽ സുഖമായിട്ട് എക്സാം എഴുതാവുന്നതാണ്. അപ്പോൾ ഞാൻ ഏകദേശം 10 വൺ വേർഡ് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അടിയിലുള്ള 16.1, 16.2 എന്ന് പറഞ്ഞിട്ട് ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൻ്റെ ആൻസർ തന്നെ അതിൻ്റെ അവസാന ഭാഗത്തുണ്ട്. അതിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് എഴുതിയത്. ഫസ്റ്റ് നെയിം ദി ഇന്ത്യൻ റീജിയണൽ സ്റ്റേറ്റ് ആണ് ഇൻ ദി ഫസ്റ്റ് ഹാഫ് ഓഫ് ദി 18th സെഞ്ചുറി. 18ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ വരുന്ന ഇന്ത്യൻ പ്രാദേശിക സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അതിന്റെ ആൻസർ ബംഗാൾ, മൈസൂർ, ഹൈദരാബാദ്, അവധ്, പഞ്ചാബ് ആൻഡ് മറാത്ത കിങ്ഡം. ഇതാണ് വരുന്നത്. രണ്ടാമത് വിച്ച് ബാറ്റിൽ ഡ്യൂറിംഗ് ഏത് യുദ്ധമാണ് ഡ്യൂറിംഗ് ദി തേർഡ് കർണാട്ടിക് വാർ എൻഡഡ് ആൾമോസ്റ്റ് സെഞ്ചുറി ഓഫ് കോൺഫ്ലിക്റ്റ് ഓവർ സുപ്രീമസി ബിറ്റ്വീൻ ദി ഫ്രഞ്ച് ആൻഡ് ബ്രിട്ടീഷ് പവർ ഇൻ ഇന്ത്യ. ബാറ്റിൽ ഓഫ് വാണ്ടിവാഷാണ് 1760 വാണ്ടിവാഷാണ് എന്ത് ചെയ്യുന്നത്, കോൺഫ്ലിക്റ്റ് ഉണ്ടായത് ഫ്രഞ്ച് ആൻഡ് ബ്രിട്ടീഷ് പവർ തമ്മിൽ ഉള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായത് വാണ്ടിവാഷ് യുദ്ധമാണ്. മൂന്നാമത് റൂട്ട് ബംഗാൾ 1757 കാലഘട്ടത്തിൽ ബംഗാൾ ഭരിച്ചിരുന്നത് ആരാണ്? ഉത്തരം സിറാജുദ്ദൗള. 4 വിച്ച് ഇയർ ദി ബാറ്റിൽ ഓഫ് പ്ലാസി വാസ് ഫൈറ്റ്. ഏത് വർഷമാണ് ബാറ്റിൽ ഓഫ് പ്ലാസി വന്നത്? 1757. 5 ഹു റീപ്ലേസ്ഡ് മിസ്റ്റർ ജാഫർ ആസ് നവാബ് ഓഫ് ബംഗാൾ. ആരാണ് മിസ്റ്റർ ജാഫറിനെ നവാബായിട്ട് ബംഗാളിൽ നിയമിച്ച 1760? മിർ കാസിമാണ്. 6 വാട്ട് വേർ ദ മെഷേഴ്സ് അഡോപ്റ്റഡ് ബൈ ദി ലോർഡ് വെല്ലസി. ലോർഡ് വെല്ലസി അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന മെഷർ ഏതാണ്? ടു എക്സ്പാൻഡ് ദി ബ്രിട്ടീഷ് പവർ. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ലോർഡ് വെല്ലസി പ്രഭു നടപ്പിലാക്കിയ നയം എന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതിൽ മിലിറ്ററി കോൺകസ്റ്റ്, മിലിറ്ററിയെ കീഴടക്കുക, സബ്സിഡിയറി ആയിട്ടുള്ള സഖ്യങ്ങൾ രൂപീകരിക്കുക, ഇതൊക്കെയാണ് ഇത് വരുന്നത്. 7 വിച്ച് വാസ് ദ ഫസ്റ്റ് ആക്ട് ഇനാക്റ്റഡ് ബൈ ദി ബ്രിട്ടീഷ് പവർ. ഏതാണ് ഫസ്റ്റ് ആക്ട് ഇനാക്ട് ചെയ്തത്? ബ്രിട്ടീഷ് പാർലമെന്റ് ടു കൺട്രോൾ ദി ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ആക്ട് ആണ് അവിടെ രൂപീകരിച്ചത്? റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 1773 രൂപീകരിച്ച റെഗുലേറ്റിംഗ് ആക്ട് ആണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നടപ്പിലാക്കിയത്. 8 ഹു വാസ് ദി ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. ആരാണ് ഫസ്റ്റ് ഗവർണർ ബംഗാളിലെ? വാറൻ ഹാസ്റ്റി. വാറൻ ഹാസ്റ്റി എന്ന് പറയുന്ന വ്യക്തിയാണ്. 9 നെയിം ദി കോളേജ് എസ്റ്റാബ്ലിഷ്ഡ് ലണ്ടൻ ടു ട്രെയിൻ ദി കമ്പനി സർവർ. ഏതാണ് ലണ്ടനിൽ സ്ഥാപിച്ച കോളേജ്? കമ്പനി സർവന്റന്മാർക്കൊക്കെ വേണ്ടിയിട്ട് ലണ്ടനിൽ സ്ഥാപിച്ച കോളേജിന്റെ പേര് എന്താണ്? ഹാലിബറി കോളേജ് എന്നാണ് പറയുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ വിച്ച് ടൗൺ ദി സുപ്രീം കോർട്ട് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദി ഫസ്റ്റ്. ഏത് ടൗണിലാണ് സുപ്രീം കോർട്ട് ഫസ്റ്റ് ടൈമിൽ അണ്ടർ ദി റെഗുലേറ്റിംഗ് ആക്ട് 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം സുപ്രീം കോർട്ട് ഫസ്റ്റ് സ്ഥാപിച്ചത് എവിടെയാണ്? പ്രസിഡൻസി ടൗൺ ഓഫ് കൽക്കത്ത. കൽക്കത്തയിലെ പ്രസിഡൻസി ടൗണിലാണ് സ്ഥാപിച്ചത്.
ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഇടയിലുണ്ട്. അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ സംശയം ചോദിക്കുക. പിന്നെ അതേപോലെ തന്നെ ഗൈഡുകൾ എല്ലാ വിഷയത്തിൻ്റെ ആവശ്യമുള്ളവർ ചോദിക്കുക, ക്ലാസ്സുകൾ ആവശ്യമുള്ളവർ ചോദിക്കുക, അസൈൻമെൻറ്റുകൾ പ്രാക്ടിക്കൽ എല്ലാം നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിൽ അവൈലബിൾ ആണ്. അഡ്മിഷൻ എടുക്കുന്നവർക്ക് ഈ പറഞ്ഞ സർവീസൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. ഇന്ത്യയിൽ മുഴുവൻ സ്റ്റേറ്റുകളിൽ നമ്മൾ NASന്റെ SSLC +2 എല്ലാ ജില്ലകളിലും നിങ്ങൾക്ക് പരീക്ഷ ചെയ്താൽ ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ നൽകുന്നുണ്ട്. പേഴ്സണാലിറ്റി ഡൗട്ട് ക്ലിയർ ചെയ്യാം. അതേപോലെ തന്നെ ഗൾഫിലുള്ള ആളുകൾക്ക് അവിടെ ഇരുന്ന് പഠിക്കാം. നമ്മൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്ത് അവിടെ ഇരുന്ന് ക്ലാസ് കേൾക്കാം, പുസ്തകങ്ങൾ അങ്ങോട്ട് അയച്ചു കൊടുക്കും. ലീവിന് വരുന്നത് എന്നാണ് അവർ ലീവിന് വരുന്നത് ആ സമയത്ത് അവർക്ക് എക്സാം അറേഞ്ച് ചെയ്ത് കൊടുക്കും. അതേപോലെ തന്നെ നമ്മൾ വീട്ടിലിരുന്ന് പരീക്ഷ എഴുതാൻ പറ്റുന്ന പോസ്റ്റ് എഡ്യൂക്കേഷൻ്റെ SSLC +2 അഡ്മിഷന് നമ്മൾ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഇഗ്നോ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷനും നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിൽ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക 9037114679. ഓക്കെ, താങ്ക് യു.